CPI അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന് നാളെ തുടക്കം. മെയ് 24, 25, 26 തീയതികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. മെയ് ആദ്യവാരത്തോടെ CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് CPI അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന് പ്രവർത്തകരും നേതാക്കളും ഒരുങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIയുടെ അഞ്ചൽ മണ്ഡല സമ്മേളനം നാളെ ആരംഭിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPIയുടെ മണ്ഡല സമ്മേളനവും നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലത്തിലെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് മണ്ഡല സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. 243 പാർട്ടി ബ്രാഞ്ചുകളാണ് അഞ്ചൽ മണ്ഡലത്തിൽ CPIക്ക് ആകെയുള്ളത്. ഇടമുളയ്ക്കൽ, അഞ്ചൽ, അലയമൺ, ഏരൂർ, കുളത്തൂപ്പുഴ 5 പഞ്ചായത്തുകളിലായി 3398 പാർട്ടി അംഗങ്ങൾ ഈ 243 ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരികയാണ്. ഈ ബ്രാഞ്ചുകളുടെ എല്ലാ സമ്മേളനം പൂർത്തീകരിച്ചു. 12 ലോക്കൽ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ഈ പഞ്ചായത്തുകളിലായി മണ്ഡലത്തിൻ്റെ പരിധിയിൽ നിലവിലുള്ളത്. 12 ലോക്കൽ സമ്മേളനങ്ങളും വിജയകരമായി ആവേശകരമായി പൂർത്തീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 298 പ്രതിനിധികളാണ് 25, 26 തീയതികളിൽ സഖാവ് KN വാസവൻ നഗറിൽ അഞ്ചൽ അല്ലമാൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ചേരുന്ന CPIയുടെ മണ്ഡല സമ്മേളനത്തിൻ്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നാളെ അഞ്ചൽ പഞ്ചായത്തിലെ പാർട്ടിയുടെ 2 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 100 കണക്കിന് സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും മറ്റ് പ്രവർത്തകരും പങ്കെടുക്കുന്ന ബഹുജന റാലി നാളെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ റാലിയിൽ അഞ്ചൽ പഞ്ചായത്തിലെ 2 ലോക്കൽ കമ്മിറ്റികളുടെ സഖാക്കൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. എന്നാൽ ആ പ്രകടനത്തിൻ്റെ പ്രകടനത്തോട് 12 ലോക്കൽ കമ്മിറ്റിയും 243 ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ളത്. മെയ് 24 തീയതി വൈകിട്ട് അഞ്ചലിൽ പ്രകടനം നടത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. 243 ബ്രാഞ്ച് സമ്മേളനങ്ങളുടെയും 12 ലോക്കൽ സമ്മേളനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഞ്ചൽ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചത്. തുടർന്നാണ് 24, 25, 26 തീയതികളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സമ്മേളനം ഇവിടെ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇത്തവണ പാർട്ടി നിർദ്ദേശമനുസരിച്ച് പാർട്ടി ബ്രാഞ്ച് അംഗങ്ങൾ മാത്രമല്ല, ഉദ്ഘാടന സെഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ, അനുഭാവികൾ അടക്കമുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഉദ്ഘാടന സെഷൻ രൂപപ്പെടുത്തിയത്. ഞങ്ങളുടെ മണ്ഡലത്തിൽ ആകമാനം പരിശോധിക്കുമ്പോൾ ഈ 243 ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തനങ്ങളും എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. തുടർന്ന് നടന്ന ലോക്കൽ സമ്മേളനങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകരായ നിങ്ങളെല്ലാവരും പല ലോക്കൽ സമ്മേളനങ്ങളും കണ്ടതാണ്. വൻപിച്ച വികസന പങ്കാളിത്തത്തോടുകൂടിയുള്ള വൻ പ്രകടനത്തോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത്. 12 ലോക്കൽ കമ്മിറ്റികളിൽ അഞ്ചലത്തെ 2 ലോക്കൽ കമ്മിറ്റികൾ ഒഴികെ ബാക്കി 10 വൻപിച്ച പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടി ലോക്കൽ സമ്മേളനം അവസാനിപ്പിച്ചു. അഞ്ചലിൽ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 2 ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനം മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സ്വാഭാവികമായിട്ടും വർത്തമാനകാല രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം വലിയ ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ വലിയ അപകടങ്ങളാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുക എന്നുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നയം അഞ്ചൽ മണ്ഡലത്തിൽ മുന്നിൽ നിന്ന് ആ പ്രതിരോധ 25 തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരവകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി, CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, നേതാക്കളായ സാം കെ ഡാനിയൽ, അഡ്വക്കേറ്റ് MS താര തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉയർന്ന ശോഭയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അവരിന്നും പാർട്ടിയെ കരുതുന്നത്. തീർച്ചയായും ഞങ്ങൾ ഈ പാർട്ടിയുടെ ഒരു
ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഞങ്ങൾ മുറുകെ പിടിച്ചാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വരുംകാല തലമുറകൾ എന്നുള്ള നിലയിൽ ഞങ്ങളും ആ മൂല്യങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശ വിശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ പാർട്ടി അഞ്ചൽ മേഖലയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അഞ്ചലിലെ ഈ മണ്ഡലത്തിലെ 5 പഞ്ചായത്തിലും CPI നിർണായകമായ രാഷ്ട്രീയ ശക്തിയാണ്. 5 പഞ്ചായത്തിലും CPI ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് പദവി വഹിച്ച പാർട്ടിയും വഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുമാണ്. എടമുളയ്ക്കലും ഏരൂരും അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിലും 2.5 വർഷമാണ് CPI പ്രതിനിധി പ്രസിഡൻ്റായി പ്രവർത്തിച്ചത്. ഇപ്പോൾ ഏരൂരിൽ കഴിഞ്ഞ 2.5 വർഷമായി സഖാവ് അജിത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അലേമണിൽ കഴിഞ്ഞ 2 വർഷമായി സഖാവ് ജയശ്രീ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. 5 പഞ്ചായത്തിൽ CPIയുടെ ടൈം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. CPIയുടെ സഖാവ് KC ജോസാണ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ പ്രാദേശിക തലം മുതൽ CPIക്ക് ജനങ്ങൾ വലിയ അംഗീകാരവും പിന്തുണയുമാണ് നൽകുന്നത്. തീർച്ചയായും ജനങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. നിശ്ചയമായും ഈ പാർട്ടി സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി നിർദ്ദേശിച്ച രീതിയിലുള്ള എല്ലാ അച്ചടക്കത്തോടെയും മൂല്യങ്ങളോടെയും ഉയർന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയും ഞങ്ങളുടെ സമ്മേളനം പൂർത്തീകരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ നേതൃഘടകത്തെ തിരഞ്ഞെടുക്കാനോ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനോ ഉള്ള ഒരു നടപടിക്രമമോ പരിപാടിയോ അല്ല. അതിനുമപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംഘടനാപരമായും രാഷ്ട്രീയമായും നവീകരിക്കുന്ന പ്രക്രിയയാണ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സമ്മേളനം. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ആ നിലയിൽ തന്നെ പാർട്ടിയുടെ മണ്ഡല സമ്മേളനവും ഞങ്ങൾക്ക് നടത്താൻ കഴിയും. അതിനുവേണ്ടി എല്ലാ നിലയിലുമുള്ള സഹായം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്വാഭാവികമായും പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, നാടിന് വേണ്ടിയുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായി CPI ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം മതേതര ജനാധിപത്യ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടേണ്ടത് ഈ നാടിൻ്റെ ആകെ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ സഹായമാണ് ഇന്നലകളിൽ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. തുടർന്നും ആ സഹായവും പിന്തുണയും നിങ്ങളിൽ നിന്നുണ്ടാകണം. പ്രത്യേകിച്ച് ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പാർട്ടി അഞ്ചൽ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of